ഹായ് സ്റ്റുഡൻസ്, പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ ആദ്യം നോക്കാം. ആദ്യം ഹെഡിങ് കൊടുക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഇത് 2-3 പാർട്ട്നേഴ്സിൻ്റെ ഒരുമിച്ച് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓരോരോ പാർട്ട്ണർ ഒറ്റക്കായിട്ട് ചെയ്യുന്നതല്ല, സിംഗിൾ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക. ദെൻ 2 കോളം, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അതിനിവിടെ ഡെപ്റ്റർ ഇട്ട് കൊടുത്ത് ഇവിടെ ക്രെഡിറ്റർ ഇട്ട് കൊടുത്തു. ദെൻ പാർട്ടിക്കുലേഴ്സ് കോളം. ഇത് 3 എമൗണ്ട് കോളമാണ്. ഇവിടെ ABC ഇടാൻ കാരണം 3 പാർട്ട്നേഴ്സിനെ കാണിക്കാനാണ്. അതായത് 3 പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കാണിക്കാനാണ് 3 എമൗണ്ടുകൾ ഇട്ടിട്ടുള്ളത്. A പാർട്ട്ണർ, B പാർട്ട്ണർ, C പാർട്ട്ണർ. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും പാർട്ടിക്കുലേഴ്സ് കോളം ABC. ഇതെങ്ങനെ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ, എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. അത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുള്ള ക്യാപിറ്റലിൽ നിന്ന്. അല്ലെങ്കിൽ ഇനി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്താലും മതി. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഐറ്റം, ആ അക്കൗണ്ടിങ് ഇയറിൽ പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അത് എല്ലാ പാർട്ട്നേഴ്സും ക്യാപിറ്റൽ കൊണ്ടുവരണം എന്നില്ല. ഏത് പാർട്ട്ണറാണോ അഡീഷണലായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നത് ആ പാർട്ട്ണറുടെ കോളത്തിൽ മാത്രമേ ഈ എമൗണ്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. ദെൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. ഏതൊക്കെ പാർട്ട്നേഴ്സിനാണോ കിട്ടുന്നത് ആ പാർട്ട്നേഴ്സിൻ്റെ കോളത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. കിട്ടാത്ത പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർക്ക് നീലിട്ട് കൊടുത്താൽ മതി. പിന്നെ ദെൻ പാർട്ട്ണർ സാലറി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണം. പിന്നെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്, ക്യാപിറ്റലിൽ നിന്ന് ഏതെങ്കിലും പാർട്ട്ണർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു കൊടുക്കണം, ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ പ്രോഫിറ്റിൻ്റെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും കാണിക്കണം ഡെബിറ്റ് സൈഡിൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്, ഡ്രോയിങ്സിൻ്റെ മേലെ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു പാർട്ട്നേഴ്സിന് കൊടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ്, പാർട്ട്നേഴ്സിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അത് എത്രയാണോ ഉള്ളത് അതും ഇവിടെ കാണിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത് നോക്കണം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നിട്ട് പാർട്ട്നേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് കാണിക്കണം. ഇനി ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇപ്പോൾ ഇവിടെ 2 സൈഡിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ അത് എഴുതുള്ളൂ. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും മാത്രമേ എഴുതുള്ളൂ. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ കൂടുതൽ എത്രയാണോ എമൗണ്ട് അത് തന്നെയാണ് ഡെബിറ്റ് സൈഡിലും ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ടോട്ടലും, അതായത് ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത ടോട്ടലും ഈ ടോട്ടൽ ചെയ്ത ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആണ് ഇത്. ഇതാണ് അടുത്ത ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതായ ക്യാപിറ്റൽ ബാലൻസ്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലെല്ലാം ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ഏതാണ് ചെയ്യേണ്ടതെന്ന്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വെറും ക്യാപിറ്റൽ മാത്രമേ കാണിക്കുള്ളൂ, അതിൽ മറ്റുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കാണിക്കില്ല. അതായത് ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസും
ഈ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മാത്രമേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കാണിക്കുകയുള്ളൂ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ വെറും ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇതുപോലെ വരുന്ന താഴെ വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കറണ്ട് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ബൈ ബാലൻസ് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ താഴെ ഇവിടുന്ന് മുതലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മുതലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഈ ഡ്രോയിങ്സ് പ്രോഫിറ്റ് എന്നുള്ള ഡ്രോയിങ്സ് മുതലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കൊണ്ടിട്ടാണ് കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നോർമലായിട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇനി പാർട്ട്ണർഷിപ്പിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത്, അതായത് അഡ്മിഷൻ, പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുക, അതുപോലെ റിട്ടയർമെൻറ്റ്, ഡെത്ത്, അങ്ങനെയുള്ള കേസിലൊക്കെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അത് റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷമുള്ള ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം വരുന്ന ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ചില ഐറ്റംസൊക്കെ എൻ്റർ ചെയ്തേണ്ട, ബാലൻസ് ഷീറ്റിൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, വെറും നോർമലായിട്ട് വരുന്ന ഐറ്റംസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡുള്ളത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.